നീങ്ങണം, പറന്നുയരണം, സത്യം നമ്മെ സ്വതന്ത്രമാക്കണം. നീങ്ങണം, പറന്നുയരണം, സത്യം നമ്മെ സ്വതന്ത്രമാക്കണം. സഭയെന്നും വളരണം, ഭജനമൊഴുകണം, ലോകമെന്നും ശാന്തി പകരണം. രക്തമൊഴുക്കി അവൻ വളർത്തിയ തിരുസഭ വീണ്ടും വളർന്നുയരണം. നടന്നു നീങ്ങണം, പറന്നുയരണം, സത്യം നമ്മെ സ്വതന്ത്രമാക്കണം. നടന്നു നീങ്ങണം, ഏറ്റെടുക്കണം, നിറമണിഞ്ഞ ഈ കാലടിപ്പാടുകൾ. പറന്നുയരണം, വിജയിയാകണം, രക്തസാക്ഷിത്വം ഹൃദയവരിക്കണം. രക്തമൊഴുക്കി അവൻ വളർത്തിയ തിരുസഭ വീണ്ടും വളർന്നുയരണം. രക്തമൊഴുക്കി അവൻ വളർത്തിയ തിരുസഭ വീണ്ടും വളർന്നുയരണം. തിരുസഭ വീണ്ടും വളർന്നുയരണം. നിണമണിഞ്ഞ കാൽപ്പാടുകൾ എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിണമണിഞ്ഞ കാൽപ്പാടുകൾ എന്ന പ്രോഗ്രാം നമുക്ക് പ്രത്യേകമായി രക്തസാക്ഷികളെക്കുറിച്ച് പഠിക്കുന്നതാണ്. രക്തസാക്ഷികൾ സഭയുടെ കരുത്താണ്, ശക്തിയാണ്. യേശുവിൻ്റെ തിരുവിലാവിൽ നിന്ന് ഒഴുകിയിറങ്ങുന്ന തിരുരക്തം അനസ്യൂതം തുടരുകയാണ് രക്തസാക്ഷികളിലൂടെ. പാപികളുടെ രക്ഷയ്ക്ക് വേണ്ടി അവിടുന്ന് സ്വയം കുരിശിൽ രക്തം ചിന്തിയെങ്കിൽ, മരിച്ചെങ്കിൽ, പിതാവായ ദൈവം പാപികളെ രക്ഷിക്കുന്നതിന് വേണ്ടി, പാപികളുടെ മാനസാന്തരത്തിനായി രക്തസാക്ഷികളെ നമുക്കായിട്ട് നൽകുകയാണ്. രക്തസാക്ഷികളുടെ ജീവിതം വിശ്വാസികളെന്ന നിലയിൽ നാം പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യണം. രക്തസാക്ഷികൾ ആദിമ സഭയിൽ ആവേശമായിരുന്നു. അവരുടെ ജീവിതം, രക്തസാക്ഷികളുടെ ജീവിതം അവർക്കെന്നും വിശ്വാസത്തിൽ മുന്നേറാൻ, ഈശോയെ സ്നേഹിക്കാൻ കരുത്ത് നൽകി. ഇതൊരു പഴയ കഥയല്ല. ഓരോ 6 മിനിറ്റിലും ഒരു ക്രിസ്ത്യാനി കൊല്ലപ്പെടുന്നുണ്ട്. മതമർദ്ദനങ്ങൾ 100-ലധികം രാജ്യങ്ങളിൽ ഇന്ന് നടക്കുന്നുണ്ട്. ക്രിസ്ത്യാനികൾക്ക് എതിരെയുള്ള പീഡനങ്ങൾ. അടുത്ത ദിവസങ്ങളിൽ മെക്സിക്കോയിൽ കൊല്ലപ്പെട്ട വൈദികർ യേശുവിന് വേണ്ടി സാക്ഷ്യം വഹിക്കുന്ന വിശുദ്ധരാകുകയാണ്. വിശ്വാസം പ്രഘോഷിച്ച് പാവപ്പെട്ടവർക്ക് വേണ്ടി ജീവിച്ച വാഴ്ത്തപ്പെട്ട റാണി മരിയ നമുക്കെന്തൊരാവേശം, പ്രചോദനം. രക്തസാക്ഷികളെക്കുറിച്ച് നാം പഠിക്കണം, മനസ്സിലാക്കണം. അത് നമ്മുടെ വിശ്വാസത്തിൽ ജീവിക്കുവാൻ നമുക്ക് ശക്തി നൽകുന്നതാണ്. നിണമണിഞ്ഞ കാൽപ്പാടുകൾ എന്ന ഈ പ്രോഗ്രാമിൽ ഇന്ന് നാം പരിശോധിക്കുന്നത്, പഠിക്കുന്നത് വിശുദ്ധ ഫാബിയൻ മാർപ്പാപ്പ. രക്തസാക്ഷികളായിട്ടുള്ളവർ സാധാരണക്കാരല്ല. സഭയുടെ മുകൾ തട്ടിലുള്ളവർ രക്തസാക്ഷികളായി തീർന്നിട്ടുണ്ടെന്ന് വിശുദ്ധ ഫാബിയൻ മാർപ്പാപ്പയുടെ ജീവിതം നമ്മെ പഠിപ്പിക്കും. അതുല്യമായ വ്യക്തിത്വത്തിൻ്റെ ഉടമ എന്ന് വിശുദ്ധ സിപ്രിയാൻ സാക്ഷ്യപ്പെടുത്തുന്ന മാർപ്പാപ്പയാണ് വിശുദ്ധ ഫാബിയൻ. ഒരു സാധാരണ വിശ്വാസിയായിരുന്ന അദ്ദേഹം അത്ഭുതകരമായാണ് മാർപ്പാപ്പയായി തിരഞ്ഞെടുക്കപ്പെട്ടത്.
AD 236 മുതൽ 250 വരെ സഭയെ നയിച്ച അദ്ദേഹം AD 250 രക്തസാക്ഷിത്വം വരിച്ചു. ക്രൂരമായ ക്രൈസ്തവ പീഡനങ്ങൾ നടന്ന ഒരു കാലഘട്ടത്തിൽ ഏറെ സമാധാനപൂർവം സഭയെ വഴി നടത്തിയ അദ്ദേഹത്തിൻ്റെ കാലഘട്ടം വളരെ പ്രത്യേകമായ ദൈവീക ഇടപെടലിൻ്റേതായിരുന്നു. സഭയിൽ ഒട്ടേറെ നവീകരണങ്ങൾക്ക് അദ്ദേഹം നേതൃത്വം നൽകിയിരുന്നു. ഉറച്ച ദൈവവിശ്വാസം കൊണ്ടും മികച്ച ജീവിത മാതൃക കൊണ്ടും അദ്ദേഹം ഇന്നും സ്മരിക്കപ്പെടുന്നു. പിതാവേ, വിശുദ്ധ ഫാബിയൻ മാർപ്പാപ്പയുടെ കുടുംബ പശ്ചാത്തലം എങ്ങനെയായിരുന്നു? വിശുദ്ധ ഫാബിയൻ മാർപ്പാപ്പയുടെ കുടുംബ പശ്ചാത്തലത്തെക്കുറിച്ച് നമുക്ക് വളരെ വിശദമായിട്ടുള്ള പഠനങ്ങളൊന്നുമില്ല. ഒന്ന് കൃത്യമായിട്ട് അറിയാം, അദ്ദേഹം ഒരു കുലീന കുടുംബത്തിൽ, ഒരു പ്രഭു കുടുംബത്തിൽ ഉള്ള വ്യക്തിയായിരുന്നു. റോമിലുള്ള ഒരു പ്രഭു കുടുംബത്തിൽ ജീവിച്ചൊരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ നല്ല വിശ്വാസമുള്ളവരായിരുന്നു. ഇത് മാത്രമേ അദ്ദേഹത്തിൻ്റെ ജീവിത പശ്ചാത്തലത്തെക്കുറിച്ച് നമുക്ക് അറിഞ്ഞുകൂടൂ. വലിയ കഴിവുള്ള ഒരു വ്യക്തിയായിരുന്നില്ല. കൂടുതൽ പ്രാഗൽഭ്യത്തോടുകൂടി തൻ്റെ മേഖലകളിൽ എന്തെങ്കിലും പ്രത്യേകതയോടുകൂടി പ്രവർത്തിച്ചിട്ടുള്ള വ്യക്തിയല്ല. അതായത് വലിയൊരു ഇൻ്റലിജൻസ് ആയിട്ട് പ്രവർത്തനങ്ങൾ, ബുദ്ധിപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ, അല്ലെ കായികമായിട്ട് പ്രവർത്തനങ്ങൾ ശ്രദ്ധിക്കുന്ന ഒരു വ്യക്തിത്വം ഒന്നും ആയിരുന്നില്ല അദ്ദേഹം. പക്ഷേ ദൈവത്തിൻ്റെ വഴികളായിട്ട് നമുക്കതിനെ കാണുകയും ചെയ്യാം. പിതാവേ, ഒരു സാധാരണ വിശ്വാസി മാത്രമായിരുന്നല്ലോ വിശുദ്ധ ഫാബിയൻ. അദ്ദേഹം എങ്ങനെയാണ് ഒരു മാർപ്പാപ്പയായി തീർന്നത്? ദൈവമേ, നിന്റെ വഴികൾ എത്ര നിഗൂഢങ്ങൾ, അജ്ഞേയങ്ങൾ എന്ന് ചോദിക്കുന്നുണ്ട് പൗലോസ് അപ്പോസ്തലൻ റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ. നിന്നോട് വാഗ്വാദം നടത്താൻ ആരുണ്ട്? ദൈവത്തിൻ്റെ വഴികൾ മനുഷ്യരുടേതല്ല. അപ്പോൾ ദൈവത്തിൻ്റെ സഭ എന്നുള്ളത് അത് യേശുവിൻ്റെ ശരീരമാണ്. ശരീരത്തിലെ അംഗങ്ങളെല്ലാം ഒരുപോലെ തന്നെ. അപ്പോൾ ദൈവത്തിൽ ആ ശരീരത്തിലെ അംഗങ്ങൾ അത് വൈദികരെന്നോ അൽമായരെന്നോ ഒന്നും വ്യത്യാസമില്ല. അത് ദൈവത്തിൻ്റെ വഴികളാണ്. അതുകൊണ്ട് ഒരു സാധാരണ അൽമായനായിരുന്ന, ഒരു വിശ്വാസിയായിരുന്ന ഫാബിയൻ മാർപ്പാപ്പയുടെ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെടുകയാണ്. ഫാബിയൂസ് എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ പേര്. അപ്പോൾ അങ്ങനെ ഫാബിയൂസ്, അതുകൊണ്ട് ഫാബിയൻ എന്ന പേര് അദ്ദേഹത്തിന് നൽകപ്പെട്ടു. റോമിൽ മാർപ്പാപ്പ മരിച്ചപ്പോൾ 20ാമത്തെ മാർപ്പാപ്പയായിട്ട് തിരഞ്ഞെടുക്കപ്പെടുവാൻ ആളുകളെല്ലാവരും കടന്നു വരികയാണ്. അവിടെ പുരോഹിതരുണ്ട്, കർദിനാൾമാർ, ഉന്നത സ്ഥാനങ്ങൾ വഹിക്കുന്ന എല്ലാവരുമുണ്ട്. ഇത് AD 236 AD 236 അവിടെ പ്രത്യേകമായിട്ട് ഒരു സമ്മേളനം വിളിച്ചു കൂട്ടി. അവിടെ ജനങ്ങളുണ്ട്, എല്ലാവരും കൂടിയാണ് തിരഞ്ഞെടുക്കുവാൻ ഓരോരുത്തരെയും, വലിയ പ്രാഗൽഭ്യമുള്ള എല്ലാവരെയും അന്വേഷിച്ചു. അതിലൊരു കമ്മിറ്റിയുണ്ട് തിരഞ്ഞെടുക്കുന്നതിൽ. അതിൽ ഫാബിയനും ഉണ്ടായിരുന്നു. ആ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തിരഞ്ഞെടുപ്പ് മുന്നോട്ട് പോയി. 1, 2, 3 ദിവസങ്ങൾ മുന്നോട്ട് പോവുകയാണ്. തിരഞ്ഞെടുക്കാൻ പറ്റുന്നില്ല. 13ാമത്തെ ദിവസമായിട്ടും മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കാൻ സാധിക്കുന്നില്ല. കാരണം ഓരോരുത്തർക്കും എന്തെങ്കിലും കുറവുകളും പ്രതിസന്ധികളും അവർക്ക് നേരിടുക. 13ാമത്തെ ദിവസം ജനുവരി 10-ാം തീയതി സമ്മേളിച്ചിരിക്കുമ്പോൾ ഒരു പ്രാവ് വന്ന് ഫാബിയൻ്റെ തോളിലിരുന്നു. പെട്ടെന്ന് എല്ലാവർക്കും തോന്നി പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യമാണ്. ഉടൻ തന്നെ അവർ ഫാബിയനെ തിരഞ്ഞെടുത്തു. ഒരു അൽമായനായിരുന്നു, എങ്കിലും ഫാബിയനെ മാർപ്പാപ്പയായിട്ട് തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത്. ദൈവത്തിൻ്റെ ഇടപെടലുകൾ അങ്ങനെയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. തിരുസഭയെ വലിയ മാറ്റങ്ങളിലേക്ക് നയിക്കുവാൻ ദൈവം നിശ്ചയിച്ചിരുന്ന ഒരു കാലഘട്ടമായിരുന്നു അത്. അതിനായി അത്ഭുതകരമായി ദൈവം തിരഞ്ഞെടുത്ത വ്യക്തിയായിരുന്നു വിശുദ്ധ ഫാബിയൻ മാർപ്പാപ്പ. അദ്ദേഹത്തിൻ്റെ ഇടപെടലുകളിലൂടെ സഭയിൽ ഒരു നവീകരണം രൂപം കൊണ്ടു. സഭയുടെ ഭരണ സംവിധാനങ്ങൾ ശക്തിപ്പെടുകയും വിശ്വാസികൾ തങ്ങളുടെ വിശ്വാസത്തിൽ കൂടുതലായി അടിയുറയ്ക്കുകയും ചെയ്തു. ആദിമസഭയെ കൂടുതൽ വളർച്ചയിലേക്ക് നയിക്കും വിധമുള്ള നവീകരണത്തിന് നേതൃത്വം നൽകുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു പ്രധാന നിയോഗം.
പിതാവേ, യൂറോപ്പിനെ മാനസാന്തരപ്പെടുത്തിയ മാർപ്പാപ്പയാണല്ലോ വിശുദ്ധ ഫാബിയൻ. അദ്ദേഹത്തിൻ്റെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ എപ്രകാരമായിരുന്നു? മാർപ്പാപ്പയുടെ പ്രവർത്തനങ്ങൾ, പ്രേക്ഷിത പ്രവർത്തനങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ വലിയ കഴിവുകളുള്ള ആളല്ലായിരുന്നു. എന്നാൽ സ്ഥാനത്തേക്ക് ഉയർത്തപ്പെട്ടപ്പോൾ ദൈവം എല്ലാ കഴിവുകളും അദ്ദേഹത്തിൽ നിക്ഷേപിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. വിശുദ്ധ ഫാബിയൻ തൻ്റെ പ്രേക്ഷിത മേഖലകളിൽ വളരെയധികം സ്വാധീനം ചെലുത്തുവാൻ സാധിച്ചു. അന്ന് വരെ അവിടെ 236 കാലഘട്ടങ്ങളിൽ അവർക്ക് വലിയ മതമർദ്ദനമുണ്ടായിരുന്നു. എന്നാൽ വിശുദ്ധ ഫാബിയന് തൻ്റെ പ്രാർത്ഥന കൊണ്ട്, വ്യക്തിത്വത്തിൻ്റെ പ്രത്യേകത കൊണ്ട് ചക്രവർത്തിയിൽ വലിയ സ്വാധീനമുണ്ടാക്കുവാൻ സാധിച്ചു. അതുകൊണ്ട് മതമർദ്ദനം പതുക്കെ ഒന്ന് ഒതുങ്ങി. അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ തീവ്രതയുള്ള മതമർദ്ദനം, കടുത്ത മതമർദ്ദനം. എന്നാൽ അദ്ദേഹം ചക്രവർത്തിയുമായിട്ടുള്ള പ്രത്യേക ബന്ധം സ്ഥാപിക്കാൻ സാധിച്ചതുകൊണ്ട് അതേ ഈ മതമർദ്ദനം പതുക്കെ ഒന്ന് തണുത്തു. ഈ അവസരം പ്രയോജനപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹത്തിന് വളരെയധികം കാര്യങ്ങൾ ചെയ്യുവാൻ സാധിച്ചു. ഒന്നാമതായിട്ട് അദ്ദേഹം സഭയിൽ നവീകരണം തന്നെ കൊണ്ടുവന്നു. പ്രത്യേക രീതിയിലുള്ള ഭരണ സംവിധാനങ്ങളും ആത്മീയമായിട്ടുള്ള ഉണർവിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടത്തുവാൻ വിശുദ്ധ ഫാബിയന് സാധിച്ചു. ആദ്യമായിട്ട് അദ്ദേഹത്തിൻ്റെ മുൻഗാമികൾ മാർപ്പാപ്പമാരെ, വിശുദ്ധ ഹിപ്പോളിറ്റസ് മാർപ്പാപ്പയെ തടവിലാക്കിയിരുന്നു. സർദേഞ്ഞ ഭാഗത്തുള്ള ഖനികളിൽ, ഇറ്റലിയുടെ തന്നെ സർദേഞ്ഞ ഭാഗത്തുള്ള ഖനികളിൽ ജോലി ചെയ്യാൻ വേണ്ടി മാർപ്പാപ്പമാർ മതവർദ്ധനത്തിൻ്റെ ഭാഗമായിട്ട് അയച്ചിരുന്നു. അവിടെ 2 മാർപ്പാപ്പമാർ മരിച്ചിരുന്നു. അദ്ദേഹം ഈ ചക്രവർത്തിയോടുള്ള പ്രത്യേകമായിട്ടുള്ള സ്നേഹം കൊണ്ട് അവിടെ നിന്ന് അവരുടെ 2 പേരുടെയും ഭൗതിക അവശിഷ്ടങ്ങൾ തിരികെ റോമിലേക്ക് കൊണ്ടുവരാൻ അദ്ദേഹത്തിന് സാധിച്ചു. ഒരു കാലഘട്ടത്തിൽ സഭയ്ക്കെതിരെ ചിലർ പ്രവർത്തിച്ചു. പാഷണ്ഡതകൾ, തെറ്റായ പഠനങ്ങൾ കൊണ്ടുവന്നു. അതിനെല്ലാം ഇല്ലാതാക്കുവാൻ വളരെ കുറഞ്ഞ സമയം കൊണ്ട് അവരെല്ലാം സ്വാധീനിച്ച് സഭയിലേക്ക് തിരികെ കൊണ്ടുവരുവാനും ശിക്ഷ കൊടുക്കേണ്ടവരെ ശിക്ഷിക്കുവാനും അദ്ദേഹത്തിന് സാധിച്ചു. അതായത് സഭയിൽ കൂടുതൽ സമാധാനം കൊണ്ടുവരുവാൻ വിശുദ്ധ ഫാബിയന് കഴിഞ്ഞു. പാവപ്പെട്ടവരായിട്ടുള്ള ആളുകളെ ശ്രദ്ധിക്കുന്നതിന് വേണ്ടിയിട്ട്, സഭയിൽ ശുശ്രൂഷകൾ കൂടുതൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് റോമിലുള്ള ആളുകളെ, റോമിനെ 7 പ്രവിശ്യകളായിട്ട്, രൂപതകൾ എന്നതുപോലെ 7 പ്രവിശ്യകളായിട്ട് തിരിച്ച് അതിൻ്റെ ഉത്തരവാദിത്വം 7 ഡീക്കന്മാർക്ക് നൽകി. അപ്പോൾ കൂടുതൽ സംവിധാനങ്ങൾ. രക്തസാക്ഷികളെക്കുറിച്ച് പ്രസംഗിക്കുന്നതിന് വേണ്ടി തന്നെ അദ്ദേഹത്തിന്, വിശുദ്ധ ഫാബിയനെ അറിയാമായിരുന്നു. രക്തസാക്ഷികളുടെ കാലമല്ലേ അവിടെ. അപ്പോൾ രക്തസാക്ഷികളെക്കുറിച്ച് പ്രസംഗിക്കുന്നതിന് വേണ്ടി തന്നെ ഡീക്കന്മാർക്ക് താഴെയുള്ള ആളുകളെ നിയോഗിച്ചു. അതിനുവേണ്ടി മാർപ്പാപ്പ ചെറു പട്ടങ്ങൾ സ്ഥാപിച്ചു. ഓരോരുത്തർക്കും ഓരോ ശുശ്രൂഷ, ദേവാലയത്തിൻ്റെ വാതിൽ തുറക്കുന്നതിന് ശുശ്രൂഷ, വായിക്കുന്നതിനുള്ള ശുശ്രൂഷ, അങ്ങനെയുള്ള ചെറു പട്ടങ്ങൾ അദ്ദേഹം സ്ഥാപിച്ചു. രക്തസാക്ഷികളെക്കുറിച്ച് പ്രസംഗിക്കാൻ, ക്രിസ്ത്യാനികളുടെ അടുത്ത് പോയി രക്തസാക്ഷികളെക്കുറിച്ച് പ്രസംഗിക്കാൻ വേണ്ടി തന്നെ ചിലരെ നിയോഗിക്കുവാൻ അദ്ദേഹത്തിന് സാധിച്ചു. 7 മെത്രാന്മാരടങ്ങുന്ന ഒരു സംഘത്തെ ഗാൾ ഭാഗത്തേക്ക്, അതായത് ഇന്ന് കാണുന്ന വെസ്റ്റേൺ യൂറോപ്പ്, ഫ്രാൻസ്, ജർമ്മനിയുടെ ഭാഗങ്ങൾ, ബെൽജിയം, ഹോളണ്ടിലെ ചില ഭാഗങ്ങൾ, മിലാൻ, ഈ ഭാഗങ്ങളെ ഗാൾ ഭാഗത്തേക്ക് സുവിശേഷം പ്രഘോഷിക്കുവാൻ അയക്കുകയും അവിടെയെല്ലാം സുവിശേഷം വളരെ ഭംഗിയായിട്ട് നടപ്പിലാക്കുകയും അവരെല്ലാം മാനസാന്തരപ്പെടുകയും ചെയ്തു എന്നുള്ളത് ചരിത്രമാണെന്ന് നമുക്കറിയാം. അതിന് അദ്ദേഹത്തിന് സാധിച്ചു. ഇത്തരം പ്രവർത്തനങ്ങളെല്ലാം ചെയ്തു. ഈ രക്തസാക്ഷികളെ, ഇവർക്ക് വിശുദ്ധ ബലി അർപ്പിക്കുവാനുള്ള സൗകര്യങ്ങളുണ്ടായിരുന്നില്ല റോമിൽ. അതുകൊണ്ട് മാർപ്പാപ്പ അണ്ടർഗ്രൗണ്ടിൽ പാസേജുകളുണ്ടാക്കി, കൊച്ചു വഴികളുണ്ടാക്കി അവിടെ പ്രത്യേകമായിട്ട് ബലി അർപ്പിക്കുവാനുള്ള സംവിധാനങ്ങൾ. ആളുകൾ മരിച്ചു കഴിഞ്ഞപ്പോൾ രക്തസാക്ഷികളായിട്ടുള്ളവരുടെ മൃതദേഹം കൊണ്ടുവന്ന് അവിടെ സംസ്കരിച്ചു. അതിനെ കാറ്റക്കോംബ് എന്നാണ് അറിയപ്പെടുന്നത്. ഇന്ന് റോമിൽ ചെല്ലുമ്പോൾ ധാരാളം നമ്മയെല്ലാം ആകർഷിക്കുന്നതാണ് രക്തസാക്ഷികളെ സംസ്കരിച്ച വളരെ വിശാലമായിട്ടുള്ള സിമിത്തേരി, മണ്ണിനടിയിൽ ഭൂഗർഭ സിമിത്തേരികൾ സ്ഥാപിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. അങ്ങനെ വിശുദ്ധരായിട്ടുള്ളവരെ സംസ്കരിക്കുവാനുള്ള സംവിധാനങ്ങൾ വിശുദ്ധ ഫാബിയൻ തൻ്റെ പ്രേക്ഷിത കാലത്ത് ചെയ്തു. വിഗ്രഹാരാധനയ്ക്കെതിരെയെല്ലാം പ്രസംഗിക്കുവാൻ അദ്ദേഹത്തിന് സാധിച്ചു. ഈ മേഖലകളിലെല്ലാം ഇങ്ങനെയുള്ള സുവിശേഷ പ്രഘോഷണങ്ങൾ, പ്രേക്ഷിത പ്രവർത്തനത്തിലൂടെ സഭയ്ക്ക് ശക്തി നൽകിയതാണ്. സഭയുടെ ഉത്തമ പുത്രൻ എന്നാണ് സഭാപിതാക്കന്മാർ വിശുദ്ധ ഫാബിയനെ വിശേഷിപ്പിക്കുന്നത്.
ദൈവത്തിൻ്റെ സ്വന്തം പുത്രൻ എന്നെല്ലാം വിവിധ വിശേഷണങ്ങൾ സഭാപിതാക്കന്മാർ അദ്ദേഹത്തിന് നൽകുന്നുണ്ട്. വിശുദ്ധ ഫാബിയൻ മാർപ്പാപ്പയുടെ തീക്ഷ്ണമായ വിശ്വാസ ജീവിതത്തിൻ്റെ തെളിവായിരുന്നു അദ്ദേഹത്തിൻ്റെ രക്തസാക്ഷിത്വം. സധൈര്യം മരണം വരിച്ച അദ്ദേഹം താൻ ഉറച്ചു വിശ്വസിച്ച സത്യങ്ങളെയൊന്നും തള്ളിപ്പറയുവാൻ തയ്യാറായില്ല. തൻ്റെ സൃഷ്ടാവായ സത്യദൈവത്തെ ഉദ്ഘോഷിച്ചുകൊണ്ടാണ് അദ്ദേഹം മരണത്തിലേക്ക് നടന്നു നീങ്ങിയത്. ആ ധീരസാക്ഷ്യം അനേകായിരങ്ങൾക്ക് ധൈര്യം പകർന്നു. പിതാവേ, വിശുദ്ധ ഫാബിയൻ മാർപ്പാപ്പ എങ്ങനെയാണ് രക്തസാക്ഷിയായി തീർന്നത്? 236 AD 236 അദ്ദേഹം മാർപ്പാപ്പയായി നിയോഗിക്കപ്പെട്ടത്. തുടർന്ന് ഉള്ള കാലഘട്ടം വളരെ ശാന്തമായിട്ട് മുന്നോട്ട് പോയി എന്ന് ഞാൻ പറഞ്ഞു. എന്നാൽ 249 ഡേസിയൂസ് ചക്രവർത്തിയായി. ഡേസിയൂസ് ചക്രവർത്തി ആയതോടുകൂടി അദ്ദേഹം ഡേസിയൂസ് 2 വർഷം 249 മുതൽ 251 വരെ അദ്ദേഹം ചക്രവർത്തിയായിട്ട് ഭരിക്കുവാൻ സാധിച്ചുള്ളൂ. 249 ഡേസിയൂസ് ചക്രവർത്തി ആയപ്പോൾ വീണ്ടും കടുത്ത മതമർദ്ദനം. ഏറെ പ്രത്യേകിച്ച് അദ്ദേഹം നിർബന്ധിച്ചു റോമിലുള്ള ദേവതകൾക്ക് ബലിയർപ്പിക്കണം, പൂജകൾ അർപ്പിക്കണം, അവരെ വണങ്ങണം. എന്നാൽ അങ്ങനെ വണങ്ങാതിരുന്ന പുരോഹിതരെയും അതോടുകൂടി ചേർന്നുള്ള ആളുകളെല്ലാം മതമർദ്ദനത്തിന് ഇരയാക്കി. അങ്ങനെ അന്ന് വരെ ഉണ്ടായിരുന്ന സമാധാനം അപ്രത്യക്ഷമായി. കടുത്ത മതമർദ്ദനം വീണ്ടും ക്രിസ്ത്യാനികൾക്ക് നേരിടേണ്ടി വന്നു. ക്രിസ്ത്യാനികൾ ധാരാളം ആളുകൾ കൊല്ലപ്പെട്ടു, ധീരതയോടുകൂടി രക്തസാക്ഷികളായി. കാരണം യേശുവിന് വേണ്ടി, യേശുവിനോടുള്ള സ്നേഹത്തെ പ്രതി ബാക്കിയെല്ലാം മാറ്റിവെക്കും, മറ്റാരുടെ മുമ്പിൽ വണങ്ങുകയുള്ള ഇല്ല എന്നുള്ള ഉറച്ച ബോധ്യമുണ്ടായിരുന്നത് കൊണ്ട് അവരെല്ലാം ചക്രവർത്തി വധിച്ചു, രക്തസാക്ഷികളാക്കി. ആ കൂടെ വിശുദ്ധ ഫാബിയനും രക്തസാക്ഷിയായി. അദ്ദേഹത്തിൻ്റെ മൃതദേഹം പിന്നീട് വിശ്വാസികൾ നേരത്തെ അദ്ദേഹം തന്നെ, വിശുദ്ധ ഫാബിയൻ തന്നെ ക്രമീകരിച്ച ഭൂഗർഭ കല്ലറയിൽ സംസ്കരിച്ചു. ഗ്രീക്ക് ഭാഷയിൽ അദ്ദേഹത്തെ സംസ്കരിച്ച സ്ഥലത്ത് ഇപ്രകാരം രേഖപ്പെടുത്തിയിട്ടുണ്ട്: ഫാബിയൻ മെത്രാൻ രക്തസാക്ഷി. തെരഞ്ഞെടുപ്പ് കൊണ്ടും ജീവിതം കൊണ്ടും മരണം കൊണ്ടും എക്കാലത്തുമുള്ള ക്രൈസ്തവർക്ക് ഒരു പാഠപുസ്തകമാണ് വിശുദ്ധ ഫാബിയൻ മാർപ്പാപ്പയുടെ ജീവിതം. മനുഷ്യബുദ്ധിക്ക് ദുർഗ്രഹമായ ദൈവിക തെരഞ്ഞെടുപ്പുകൾക്ക് മികച്ച ഒരു ദൃഷ്ടാന്തമാണ് അദ്ദേഹത്തിൻ്റെ കടന്നുവരവ്. പരിശുദ്ധാത്മാവ് പകർന്നു നൽകിയ വിശ്വാസ തീക്ഷ്ണതയാലും ജ്ഞാനത്താലും സഭയെ ശക്തമായി മുന്നോട്ട് നയിച്ച ആ ജീവിതം ഇന്ന് നമുക്കും വലിയ പ്രചോദനം പകരുന്നു. രക്തസാക്ഷിയാകുന്നത് സാധാരണക്കാരെന്നോ വലിയവരെന്നോ വ്യത്യാസമില്ല. ഏത് ജീവിത തുറകളിലുള്ളവരും യേശുവിന് വേണ്ടി ധീരതയോടുകൂടി രക്തസാക്ഷികളാകണം. കർത്താവ് നിയോഗിക്കുന്ന നിമിഷങ്ങളിൽ ആ വലിയൊരു ദൗത്യം നാം ഏറ്റെടുക്കണം. അതാണ് രക്തസാക്ഷികളുടെ ജീവിതം നമ്മെ പഠിപ്പിക്കുക. വിശുദ്ധ ഫാബിയൻ തനിക്ക് നേരിട്ട രക്തസാക്ഷ്യത്തിൻ്റെ നിമിഷങ്ങളിൽ വിശ്വാസം ത്യജിക്കാതെ കൂടെയുള്ള എല്ലാ വിശ്വാസികൾക്കും ക്രൈസ്തവർക്കും മാതൃകയായി യേശുവിനോടുള്ള സ്നേഹത്തെ പ്രതി സ്വയം സമർപ്പിക്കുവാൻ സാധിച്ചു. അനുദിന ജീവിതത്തിൽ നമ്മോട് ആവശ്യപ്പെടുന്നത് ഈ ധീരതയാണ്, ഈ കരുത്താണ്. സാഹചര്യങ്ങളുടെ മുമ്പിൽ സുഖലോലുപതയ്ക്കും ആഡംബരത്തിനും വേണ്ടി പലപ്പോഴും നാം വിട്ടുവീഴ്ചകൾ ചെയ്യാറില്ലേ? നമ്മുടെ ദുഃഖത്തിൻ്റെയും വേദനകളുടെയും നിമിഷങ്ങളിൽ ആഭിചാര പ്രവർത്തികൾ അറിയാതെ നാം പങ്കെടുക്കാറില്ലേ? നമ്മോട് ഈശോ ആവശ്യപ്പെടുന്നത് അതല്ല. സ്നേഹത്തോടുകൂടി ധീരതയോടുകൂടി വിശ്വാസം പ്രഘോഷിക്കുക,
അവിടത്തേക്ക് വേണ്ടി രക്തസാക്ഷിയായി തീരുക. അതിന് വലിയ കൃപ ആവശ്യമാണ്. നമുക്ക് പ്രാർത്ഥിക്കാനുള്ളത് അനുദിന ജീവിതത്തിൽ ധീരതയോടുകൂടി എൻ്റെ ഈശോയ്ക്ക് വേണ്ടി രക്തസാക്ഷിയാകുവാൻ, ഈശോയെപ്പോലെ രക്തം ചിന്തുവാനുള്ള കൃപ നൽകണമേ എന്ന. ഒരുപക്ഷെ രക്തം ചിന്തേണ്ട ആവശ്യം നമുക്കുണ്ടായിരിക്കുകയില്ല നമ്മുടെ ജീവിത മേഖലകളിൽ. എന്നാൽ കൊച്ചു കൊച്ചു സഹനങ്ങൾ അത് സമചിത്തതയോടെ നേരിടാം. അങ്ങനെ നമുക്ക് വെളുത്ത ധവള രക്തസാക്ഷിത്വം അത് നമുക്ക് സാധിക്കും. നമുക്ക് ധൈര്യം ലഭിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കാം. വിശുദ്ധ ഫാബിയനോട് തന്നെ നമുക്ക് അപേക്ഷിക്കാം. ധീരതയോടുകൂടി രക്തസാക്ഷിയായി തീർന്ന വിശുദ്ധനായ ഫാബിയൻ ക്രൈസ്തവ ലോകത്തെ പൂർണ്ണമായിട്ടും സമർപ്പിക്കുന്നു. അങ്ങ് സ്ഥാനമാനങ്ങളെല്ലാം നിസ്സാരമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈശോയോടുള്ള സ്നേഹത്തെ പ്രതി ജീവൻ ത്യജിക്കാൻ തയ്യാറായല്ലോ. ഞങ്ങളുടെ അനുദിന ജീവിതത്തിൽ വെല്ലുവിളികൾ ഞങ്ങൾ നേരിടുമ്പോൾ, വിശ്വാസത്തിനെതിരായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഞങ്ങളെ ആകർഷിക്കുമ്പോൾ, വിശുദ്ധനെ പോലെ ധീരതയോടുകൂടി പ്രവർത്തിക്കുവാൻ, സ്നേഹത്തെ പ്രതി ജീവിക്കുവാൻ കൃപ ഞങ്ങൾക്ക് നൽകണമേ. വിശ്വാസത്തിൽ നിന്ന് ഒരണുപോലും വ്യതിചലിക്കാതെ ദൈവത്തിൻ്റെ സാക്ഷികളായി തീരുവാനുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥ്യം വഹിക്കണമേ പിതാവായ ദൈവത്തിൻ്റെ പക്കൽ. രക്തസാക്ഷികളുടെ ജീവിതം നമുക്ക് ആവേശമായിരിക്കണം. അവരുടെ രക്തം നമ്മുടെ വിശ്വാസത്തിന് എന്നും വളമായി തീരണം. നമുക്കവരുടെ പാത പിഞ്ചെല്ലുവാനുള്ള കൃപയ്ക്കായിട്ട് പ്രാർത്ഥിക്കാം. നീണമണിഞ്ഞ കാൽപ്പാടുകൾ എന്ന പ്രോഗ്രാമിൽ ഞങ്ങളെ ശ്രവിച്ച പ്രിയപ്പെട്ട എല്ലാവർക്കും പ്രാർത്ഥനകളും ആശംസകളും നേരുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. രക്തസാക്ഷിത്വം ക്രിസ്തു മാർഗചരിച്ചോരനേക നിണമണിഞ്ഞ കാലടിപ്പാടുകൾ നൽകി നമുക്കായൊരു ദർശനം. രക്തമൊഴുക്കിയ കാലടിപ്പാടുകൾ പകർന്നു ലോകത്തിൽ മാതൃക. രക്തമൊഴുക്കിയ കാലടിപ്പാടുകൾ പകർന്നു ലോകത്തിൽ മാതൃക. നടന്നു നീങ്ങണം, ഏറ്റെടുക്കണം നിണമണിഞ്ഞ ഈ കാലടിപ്പാടുകൾ. പറന്നുയരണം, വിജയിയാകണം, രക്തസാക്ഷിത്വം ഹൃദയവരിക്കണം. രക്തമൊഴുക്കി അവൻ വളർത്തിയ തിരുസഭ വീണ്ടും വളർന്നുയരണം. തിരുസഭ വീണ്ടും